കാസർഗോഡ് KSRTCയിൽ നിന്നും 34 ജീവനക്കാരെ പുറത്താക്കി. ഒരു മാസം മുൻപ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലിയിൽ കയറിയവർക്കാണ് ജോലി നിഷേധിക്കുന്നത്. നിലവിൽ ജില്ലയിൽ 50-ലധികം കണ്ടക്ടർ, ഡ്രൈവർ ഒഴിവുകളാണ് KSRTCയിൽ ഉള്ളത്. രാഷ്ട്രീയ ഇടപെടലാണ് ഇതിന് പിന്നിൽ. കാസർഗോഡ്, കാഞ്ഞങ്ങാട് യൂണിറ്റുകളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായ ജീവനക്കാരെയാണ് KSRTC അധികൃതർ അകാരണമായി ജോലിയിൽ നിന്ന് പുറന്തള്ളുന്നത്. ജൂൺ അവസാന ആഴ്ചയിൽ ജോലിക്ക് കയറിയ 34 ജീവനക്കാരോട് ജൂലൈ 5-ന് ശേഷം ജോലിയില്ല എന്നാണ് അധികൃതർ അറിയിച്ചത്. 600-ലധികം പേരിൽ നിന്ന് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയാണ് യോഗ്യരായ 50 പേരെ കണ്ടെത്തി കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഡിപ്പോകളിലായി നിയമിച്ചത്. ഇവരിൽ നിന്ന് കോഷൻ ഡെപ്പോസിറ്റായി 10,000 രൂപയും അടപ്പിച്ചിരുന്നു. ഒരാഴ്ച ജോലി ചെയ്ത ജീവനക്കാരെയാണ് ഒരു കാരണവുമില്ലാതെ ചീഫ് ഓഫീസിൽ നിന്ന് വന്ന ഫോൺ ഉത്തരവ് പ്രകാരം പുറത്താക്കിയത്. കാസർഗോഡ് യൂണിറ്റിൽ 22 പേർക്കും കാഞ്ഞങ്ങാട് യൂണിറ്റിൽ 12 പേർക്കുമാണ് ജോലി നഷ്ടമായത്. നിലവിൽ കാസർഗോഡ് യൂണിറ്റിൽ 19 കണ്ടക്ടർമാരുടെയും 25 ഡ്രൈവർമാരുടെയും തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. കാഞ്ഞങ്ങാട് യൂണിറ്റിൽ 21 കണ്ടക്ടർമാരുടെയും 15 ഡ്രൈവർമാരുടെയും കുറവുണ്ട്. ഇതിനിടെയാണ് ചീഫ് ഓഫീസിന്റെ അനുമതിയോടെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അഭിമുഖം നടത്തി നിയമിച്ച ജീവനക്കാരെ പുറന്തള്ളുന്നത്. KSRTCയെ തകർക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK രാജൻ പറഞ്ഞു. പക്ഷേ സൗജന്യയാത്ര പ്രഖ്യാപിച്ച ഗവൺമെൻറ് KSRTC സുഗമമായി നടത്തുന്നതിനാവശ്യമായ, വണ്ടി ഓടിക്കാനാവശ്യമായ മുന്നൊരുക്കം നടത്തുന്നില്ല എന്ന പരക്കെ ആക്ഷേപമുണ്ട്. കേരളത്തിൻ്റെ വടക്കേയറ്റമായ കാസർഗോഡ് ജില്ലയിലെ 2 ഡിപ്പോകളിൽ ഇപ്പോൾ ഓരോ ദിവസവും കൂടുതൽ സർവീസുകൾ റദ്ദ് ചെയ്യപ്പെടുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരെ ഇല്ലാത്തതുകൊണ്ടാണ് സർവീസ് റദ്ദാക്കുന്നതെന്നാണ് പൊതുവെ മനസ്സിലാക്കിയത്. ഏറ്റവും ഗൗരവമായ പ്രശ്നം താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്ന സംവിധാനം KSRTC വർഷങ്ങളായി തുടരുന്നതാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഇപ്പോൾ താൽക്കാലികമായ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരെല്ലാം പിരിച്ചുവിടാൻ ഉത്തരവിടുന്നു. സ്വാഭാവികമായ ഡ്രൈവർമാർ പുറത്തു പോയാൽ ഡ്രൈവറില്ലാതെ വണ്ടി ക്യാൻസൽ ചെയ്യപ്പെടും. ഇവിടെ കണ്ടക്ടർമാരെ നിയമിക്കാൻ കാസർഗോഡ് ജില്ലയിൽ ഇൻ്റർവ്യൂ നടത്തി ലിസ്റ്റ് ഉണ്ടാക്കിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിയമനം കൊടുക്കേണ്ടതില്ല, ഇപ്പോൾ അപ്പോയിൻ്റ് അയക്കേണ്ടതില്ലെന്ന് വാക്കാൽ വിളിച്ചു പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. മതിയായ ജീവനക്കാർ ഇല്ലാത്തതിനാൽ അന്തർ സംസ്ഥാന, അന്തർ ജില്ലാ സർവീസ് ഉൾപ്പെടെ ദൈനംദിന സർവീസുകൾ താറുമാറായി. ജൂലൈ 6 മുതൽ 13 വരെയായി ജില്ലയിൽ അന്തർ സംസ്ഥാന സൂപ്പർ ക്ലാസ് സർവീസ് ഉൾപ്പെടെ ദിവസവും 5 മുതൽ 10 വരെ സർവീസുകൾ റദ്ദാക്കി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ അട്ടിമറിച്ച പിൻവാതിലിലൂടെ പണം വാങ്ങി സ്വന്തക്കാരെ നിയമിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് KSRTCയിൽ നടക്കുന്നതെന്ന ആക്ഷേപമുയരുന്നുണ്ട്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.